Hello guys, welcome to Niksmojo. It's me Sri Lakshmi and it's Pervara. Nandigesh. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കാരണം കഴിഞ്ഞ അവൻ്റെ വീഡിയോ കണ്ടിട്ട് അനന്തുവിനെ കുറിച്ച് നല്ല നല്ല കമൻറ്റ്സ് വന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ അവനെയും കൂടെ നമ്മൾ കൂട്ടിയത് അല്ലേടാ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ക്രാമ്പിൾഡ് എഗ്ഗ് മസാലയാണ്. ഒന്ന് പറ അനന്തു ആ പേര്. എഗ്ഗ് മസാല. ഇത് വളരെ സിമ്പിളാണ്. കാരണം ചിലരൊക്കെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. കാരണം പെട്ടെന്ന് ഗസ്റ്റ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 2-3 മുട്ട ഉണ്ടെങ്കിൽ സവാളയൊക്കെ ഇട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അവനും വഴറ്റാനൊക്കെ പറ്റും. സൂപ്പറായിട്ടില്ലേടാ. അപ്പോൾ ഇന്ന് നീയാണ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാത്രം വച്ചിട്ടുണ്ട് ഇവിടെ. സ്പൂണെന്ന് പറയുമ്പോൾ ഒരു വുഡൻ സ്പാറ്റിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ചൂടാവണം. അപ്പോൾ അതിന് മുമ്പ് അത് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു പക്കത്തി തക്കാളി വളരെ കുറച്ച് മതി, പിന്നെ ഒരു സവാള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണ, പിന്നെ 3 മുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് മാത്രം മതി. വെരി സിമ്പിളാണ്. നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഒഴിക്കട്ടെ. ഞാൻ പറയട്ടെ. എല്ലാം ഒഴിക്കണ്ട. മതി അത്രയും മതി. ഓക്കെ, അപ്പോൾ അത് മതി. ഇത് നല്ല ചൂടായിട്ട് കറിവേപ്പില കുറച്ച് നമ്മൾ നല്ല നുറുക്കി ഇടണം. ഇതിൽ കറിവേപ്പില ഇട്ടില്ല എന്നുണ്ടെങ്കിലും സീനില്ല. വയ്ക്കോ. ഇനി നമുക്ക് എന്തിടാം? സവാളയും പച്ചമുളകും ഇടാം. അപ്പോൾ 3 മുട്ടയ്ക്ക് നമ്മളിവിടെ എത്ര സവാളയാണ് എടുത്തിട്ടുള്ളത്? ഒരെണ്ണം. അതിങ്ങതാ എങ്ങോട്ട് നീക്കിട്ടോ. ലച്ചുമാമി പിടിച്ചു തരാം. ഇങ്ങനെ ഇട്ടോ. നമ്മൾ സവാളയും പച്ചമുളകും ഒരുമിച്ചാണ് ഇടുന്നത് അല്ലേ അനന്തു? ലച്ചുമാമി വേണം. എൻ്റെ കയ്യിൽ ഞാനപ്പോൾ റിസൈൻ ചെയ്യാൻ പോവാണ് ഇനി നിക്സ്മോജോ. എൻ്റെ അധികാരം അനന്തു കൈക്കലാക്കി അല്ലേ അനന്തു? ഞാൻ അടുത്ത് തന്നെ നിൽക്കും. നിങ്ങളിതിനെ നെഗറ്റീവായിട്ടൊന്നും കാണാൻ നിൽക്കരുത്. കുട്ടികളെ വിട്ട് ചെയ്യിപ്പിക്കുന്നു. കാരണം ഇവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ്. ഞാൻ മിക്കപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണും ഇളക്കാനും കമൻറ്ററി ചെയ്യാനും എല്ലാം. അപ്പോൾ കൊച്ചുകുട്ടികൾ ഇതൊക്കെ അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവരെയും കൂടെ കൂട്ടുക പലതിനും. അപ്പോഴെങ്കിൽ മാത്രമേ നമുക്കൊരു എൻജോയ്മെൻറ്റാണ്. പിന്നെ സൂക്ഷിക്കണം, അടുത്ത് കാണണം എപ്പോഴും അവരെ കൂടെ. അതുകൊണ്ട് അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അനന്തു നമുക്ക് എന്തായി? സവാള വഴന്ന് വന്നിട്ടുണ്ടല്ലേ. നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അവരെടുത്ത് പറ എന്ത് ചെയ്തെന്ന്. നമ്മളിപ്പോൾ നീയല്ലേ ചെയ്തത്? പറഞ്ഞോട്. എണ്ണ ഒഴിച്ചിട്ട് പച്ചമുളകും ഇടണം. അപ്പോൾ ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, ഇളക്കിയെടുക്കാം ആദ്യം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട പൊട്ടിച്ച് ഈ ബൗളിലേക്ക് ഇടണം. നിങ്ങൾ ആവശ്യത്തിനുള്ള ബൗളാണ് വേണ്ടത്. അപ്പോൾ വലിയ ബൗളാണെങ്കിൽ വലുതെടുക്കാം, ചെറിയ ബൗളാണെങ്കിൽ ചെറുതെടുക്കാം. നല്ല രീതി ഇത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് തരാം. അനന്തോന്ന് ട്രൈ ചെയ്തോ. ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം നമുക്ക്. കാരണം ഓൾറെഡി അതിലിട്ടു. എന്നാലും ഇതിലൊന്നും മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അനന്ത് എന്താണ് മുട്ട ബീറ്റ് ചെയ്തോ? എൻ്റെ അമ്മ സെറ്റായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവും. കണ്ടോ. ഇനി നമുക്കിതിൽ മസാല ഇടാം. മസാല ഇടാം. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇടണം. ആദ്യം മഞ്ഞൾപ്പൊടി.
മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി മതി. നീ ഇടണുണ്ടോ ഇത്? ഇനി മുളക് പൊടി ഇടണം. മുളക് പൊടി ഇടണം. അത് നമ്മൾ ആവശ്യത്തിനാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇടണം. അവൻ്റെ അളവൊക്കെ നോക്കണേ. ഇനി ഗരം മസാല. അത് പൂരം മതി. ഇതെല്ലാം ഇട്ടോ? അതങ്ങ് എല്ലാം തട്ടിക്കുന്നേ. എല്ലാം ലക്ഷ്മി കറക്റ്റിന് തന്നെ എടുത്തിട്ടേക്കണേ. അങ്ങ് സ്പൂൺ വേണ്ടല്ലോ, അതങ്ങ് തട്ടിക്കും. അപ്പോൾ അനന്തു എല്ലാ പൊടി അതിൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ടു. ഇത് ഒരു ഇത്തുപൂര ഇട്ടിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഫുള്ള് ഇടണം. അപ്പോൾ അത് ഇട്ട് നമ്മൾ വഴറ്റി ആ ഒരു പച്ച മണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി, ഞാനൊരു ചെറിയ തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ തക്കാളിയുടെ പകുതി. ഇനി നമുക്ക് അനന്തു, ഇനി നമുക്ക് മുട്ട ഇടേണ്ട സമയമായി. മുട്ടയിടാം. ഞാൻ കോഴിയല്ല, ആ മുട്ട ഇടലല്ല, നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട, 3 മുട്ട, അത് ജസ്റ്റ് നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിക്കട്ടെ അനന്തു. ഇത് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കയറി കണ്ട ലക്ഷ്മി ഇളക്കട്ടെ. നിനക്ക് പറ്റൂല. ഓ തീർന്നു. അവന് പറ്റുമെന്നാണ് പറയുന്നത്, അവനിക്ക് തരുന്ന പോലും ഇല്ല. ലക്ഷ്മി ഇളകങ്ങിട്ടാ ആ സൈഡിലെ കൊട്ടിയിരിക്കും. കണ്ടല്ലോ. അപ്പം എന്ത് ചൂടുവെള്ളത്തിൽ കുളിക്കാത്ത ഇഷ്ടമായി? ചിലപ്പോൾ കുളിക്കൂലേ? ഇന്ന് കുളിച്ചാപ്പാ? ഇന്ന് ഏത് വെള്ളത്തിൽ കുളിച്ചേ? അടിപൊളി. അപ്പോൾ കണ്ടോ, മുട്ട സ്ക്രാമ്പിൾഡ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണല്ലേ ഇതുണ്ടാക്കാൻ? കാരണം ഇത് നമുക്ക് ഏതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ? എന്തോ ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. കാരണം നല്ല ഒരു ഇതാണ്, നല്ല മണമൊക്കെ പറഞ്ഞുണ്ട് അല്ലേടാ? സാധാ പോലെയൊക്കെ. വെറുതെ ചുമ്മാ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ വേണമെങ്കിലോ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അല്ലേടാ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. തവി നീക്കിക്കോ. പതുക്കെ വെളി പോവല്ലേ. ലക്ഷ്മി ചെയ്യും. അപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വരട്ടി ആക്കി എടുക്കണം. ഒരു കുഞ്ഞു പീസ് ആക്കി വെക്കണം. അപ്പം ടേസ്റ്റ് നോക്കാം നമുക്കിനി. കൊള്ളാമോ? ഒന്നുകൂടെ കഴിച്ചോ? നീ കഴിച്ചോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സ്ക്രാമ്പിൾഡ് എഗ് മസാല വളരെ ഈസി റെസിപ്പിയാണ്. കണ്ടല്ലോ, വെറും 5 മിനിറ്റ് ആയുള്ളൂ. വെരി സിമ്പിൾ അല്ലേ? ഈസിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യണം അല്ലേ? നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക, ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പം നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ചെയ്യും പോലെ തന്നെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ടേസ്റ്റ് കിട്ടുള്ളൂ. മസാലയും എല്ലാം അതുപോലെ ഇടണം, എങ്കിൽ മാത്രമേ അതുപോലെ ഇടണം. ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അനന്തു ഇട്ടതുപോലെ ഇടാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ ഇനി എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ ബൈ ബൈ പറയാം. ഇനി അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് Niksmojo സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ. ശ്രീലക്ഷ്മി ആൻഡ് നന്ദികേഷ്. ശ്രീലക്ഷ്മി ആൻഡ് നന്ദികേഷ് signing off from Niksmojo. Bye bye. Bye.